ശ്രീ പണിക്കർ, ഇ ഡിയുടെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നുവെന്നാണോ താങ്കൾ കരുതുന്നത്? അതോ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഓരോ തവണയും പൊങ്ങി വരും, അത്രയേ ഉള്ളൂ എന്നാണോ? ശ്രീ മഞ്ജുഷ്, ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിനെ ന്യായീകരിക്കത്തക്ക രീതിയിലോ അല്ലെങ്കിൽ ഇ ഡിയെ കുറ്റപ്പെടുത്തേണ്ടുന്ന രീതിയിലത്തേക്കോ ഉള്ള ഒന്നും നമ്മുടെ മുന്നിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്കറിയാവുന്നത്, ഇതിൽ നേരത്തെയും അന്വേഷണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സഹപ്രവർത്തകരുടെ സ്ഥലത്തൊക്കെയാണ് ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നത് എങ്കിൽ അതിനൊക്കെ എത്രയോ കാലം മുമ്പ് തന്നെ അവർ താമസിക്കുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ താമസിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ റെയ്ഡ് നടത്തിയതാണ്. അപ്പോൾ ആ സമയത്ത് ഈ സഖാക്കൾ എല്ലാവരും കൂടി എന്താണ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച്, ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അവരെങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അസംബന്ധ നാടകമാണ് എന്ന് ശ്രീ ജയരാജ് പറയുന്നു. അത് അസംബന്ധ നാടകമായിരുന്നു സത്യത്തിൽ. ആ റെയ്ഡായിരുന്നു അസംബന്ധ നാടകം, അതോ അതിനെ തുടർന്ന് അതിനോട് എങ്ങനെയാണ് CPM-ന്റെ സഖാക്കളൊക്കെ തന്നെ പ്രതികരിച്ചത് എന്നുള്ളതായിരുന്നു അസംബന്ധ നാടകം? പിന്നീട് എത്രയോ നാള് ജയിലിൽ കിടന്നതിന് ശേഷമാണ് അവർക്ക് ജാമ്യം കിട്ടി പുറത്തു പോകാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അന്വേഷണ ഏജൻസി, അത് സംസ്ഥാനത്തിൻ്റെതായിക്കോട്ടെ കേന്ദ്രത്തിൻ്റെതായിക്കോട്ടെ, അവരുടെ മുന്നിൽ കിട്ടുന്ന ലീഡുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. അതല്ലാതെ ഒരു കേസിന്റെ എൻഡ് ടു എൻഡ് പൂർണ്ണമായിട്ടുള്ള വിവരം ആരെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ രാവിലെ ഉറക്കമുണരുന്ന സമയത്ത് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതിനനുസരിച്ച് കുറ്റപത്രം കൊടുക്കുകയുമല്ല. ഒരു കേസ് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ടോ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി ഉണ്ടോ, അത് മണി ലോണ്ടറിങ് എന്ന രീതിയിലത്തേക്ക് സംശയിക്കാൻ പറ്റുന്ന കാര്യമാണോ, ആ ഫണ്ട് മറ്റെവിടോട്ടെങ്കിലും അത് മാറ്റിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു അന്വേഷണ ഏജൻസി പിന്നെ കണ്ടുപിടിക്കേണ്ടത്? നിശ്ചയമായിട്ടും അവർക്ക് കിട്ടുന്ന ലീഡിൽ നിന്നാണ്. അപ്പോൾ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാർട്ടിയിലെ സഹപ്രവർത്തകർ എന്ന് പറയുന്ന CPM-ലെയും മറ്റാൾക്കാർ, അതെനിക്ക് മനസ്സിലാക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ വരെയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ തന്നെ സ്ഥലത്തേക്ക് ഇത് പോകുന്നത് കേവലം അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയറിയിൽ ഇവരുടെ മൊബൈൽ ഫോൺ നമ്പർ എഴുതി വെച്ചിരുന്നത് കൊണ്ടല്ല, ക്ലൗഡ് സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് മൊബൈലിലെ നമ്പർ എഴുതി വെച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ മൊബൈൽ നമ്പർ എഴുതി വെച്ചിരിക്കുന്നതിന്റെ പേരിൽ ഒരു അന്വേഷണ ഏജൻസിയും, നമ്മുടെ നാട്ടിലെ പോലീസ് ആയിക്കോട്ടെ, വിജിലൻസ് ആയിക്കോട്ടെ, ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഒരിക്കലും ഒരാളിന്റെയും വീട് തപ്പി പോവുകയില്ല. മറിച്ച് അവിടെ ഉണ്ടായിരുന്നത് നമ്പർ ആയിരിക്കില്ല, മറ്റെന്തെങ്കിലും വിവരമായിരിക്കും, ഈ കേസുമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് വാസ്തവമായിട്ടുള്ള ഒരു ലീഡാണോ അല്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി വെരിഫൈ ചെയ്യാനായിട്ട് ഒരു ഏജൻസിക്ക് കഴിയുന്നത് ഒരു റെയ്ഡ് നടത്തുമ്പോഴാണ്. അതല്ലാതെ മുൻകൂടി നോട്ടീസ് കൊടുത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു റോങ് ഫൈനാൻഷ്യൽ ആംഗിൾ ആണ് എങ്കിൽ അവർക്ക് രക്ഷപ്പെടുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് വേണ്ടത്, അല്ല. അപ്പോൾ അതിൽ ബേജാറാകേണ്ടുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും തന്നെ അതിൽ എതിരഭിപ്രായം ഉന്നയിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ CPM കേരളത്തിൽ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചു. അവർ എത്രയോ കേസുകൾ അവരുടെ സമയത്ത് അവരുടെ പോലീസിനെ കൊണ്ടും വിജിലൻസിനെ കൊണ്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും അന്വേഷിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഏതെല്ലാം വീടുകളിൽ ആരുടെ എല്ലാം സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്, ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിക്കൊണ്ട് CPM ഞങ്ങളെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ ഡയറിയിൽ ഒരു മൊബൈൽ നമ്പർ കണ്ടതിന്റെ പേരിലാണ് ഈ അന്വേഷണം എന്ന രീതിയിലത്തേക്ക് വാദിച്ചോ? വാദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഈ കേസിൽ ഇപ്പോൾ ആരുടെയൊക്കെ വീട്ടിലാണോ അന്വേഷണം നടത്തിയിരിക്കുന്നത്, ആരുടെയൊക്കെ സ്ഥാപനത്തിലാണോ അന്വേഷണം നടത്തിയിരിക്കുന്നത്, അവർക്ക് ഈ കേസുമായിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കുറ്റപത്രം വരില്ല. അത് മാത്രമല്ല, പുതിയ ചില സ്ഥാപനങ്ങൾ കൂടി ഇതിന്റെ പരിധിയിലേക്ക് വരികയാണല്ലോ. അങ്ങനെയാണല്ലോ ഈ ലേക്കറിന്റെ അല്ലെ, അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പേര് കൂടി ഇതിലേക്ക് വന്നത്. അതുകൂടി ഇ ഡിയുടെ ഇന്നത്തെ ഈ റെയ്ഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവണം. അല്ല, അത് സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർക്ക് നിക്ഷേപമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ട്രാൻസാക്ഷൻസ് മുഴുവൻ നോക്കുക. അതിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അത് മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഒരു കേന്ദ്ര ഏജൻസി തീരുമാനമെടുക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്. കാരണം ഇവിടെ ഏതാണ്ട് 2.25 കോടി രൂപ അവര് സേവനമൊന്നും കൊടുക്കാതെ വാങ്ങി എന്നുള്ളതാണ് അവരുടെ മേലുള്ള ആരോപണം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പിന്നീട് ഈ 2.25 കോടി രൂപ മറ്റേതെങ്കിലും ഒരു മാർഗത്തിലേക്ക് റീറൂട്ട് ചെയ്തിട്ടുണ്ടോ, അതിലൊരു ലോണ്ടറിങ്ങിന്റെ അഡീഷണൽ ആയിട്ടുള്ള ആംഗിൾ ഉണ്ടോ, അതിൽ എവിടെയെങ്കിലും ലെയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, അതൊക്കെ എങ്ങനെ അന്വേഷിക്കേണ്ടത്? ഈ അന്വേഷിക്കുന്നത് ആർക്കെതിരെയാണ്? അവരൊരു ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വവുമായി ബന്ധമുള്ള ആളാണ് എന്ന് കരുതി അന്വേഷണ ഏജൻസി മിണ്ടാതെ കൈയും കെട്ടിയിരിക്കണം എന്ന രീതിയിലത്തേക്ക് നമുക്ക് കരുതാൻ കഴിയുമോ? ഇവിടെ നടക്കുന്ന എല്ലാ അന്വേഷണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ കഴിയുമോ? രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ കാര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊഴി നോക്കണം. SFIOയ്ക്കും ED ക്കും ഒക്കെ മുന്നിൽ അവർ കൊടുത്തിരിക്കുന്ന മൊഴികളുമായി ബന്ധപ്പെട്ട് ചിലത് നമുക്ക് ആ ഡോക്യുമെന്റ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ ഇവരെ സമർത്ഥിക്കുന്ന കാര്യം എന്താണ്? അവർക്കെതിരെ ഈ അന്വേഷണ ഏജൻസികളെല്ലാം പറഞ്ഞിരിക്കുന്ന ചാർജിൽ അവർക്ക് എതിരഭിപ്രായമൊന്നുമില്ല.
അതായത് പണം വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിലോ സേവനം നൽകിയിട്ടില്ല എന്ന കാര്യത്തിലോ ഒരു തരത്തിലുള്ള എതിരഭിപ്രായവുമില്ല. സേവനം കൊടുത്തിരിക്കുന്നവർക്കോ സേവനം കിട്ടിയിരിക്കുന്നവർക്കോ അവിടെ സേവനം രേഖപ്പെടുത്താനോ അതിന്റെ തെളിവ് കാണിക്കാനോ അവരുടെ കയ്യിലില്ല. എന്നാൽ പണം കൊടുത്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ട്രെയിലുണ്ട്. GST അടച്ചിട്ടുണ്ട് എന്നുള്ള വാദവും ഉന്നയിക്കുന്നുണ്ട്. GST അടച്ചു, അതുകൊണ്ട് അത് കള്ളപ്പണ ഇടപാടല്ല എന്നുള്ള കാര്യവും അല്ലേ? അല്ല, GST അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് കള്ളപ്പണ ഇടപാട് എന്നതിനപ്പുറത്തേക്ക് നോക്കൂ. നമുക്ക് പണം പല രീതികളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുകയോ ബ്ലാക്കായിട്ട് വാങ്ങുകയോ എന്തും ചെയ്യാം. GST അടച്ചു എന്ന് കരുതി അതൊരു സേവനമില്ലാതെ കൊടുത്തിരിക്കുന്ന പണം അല്ലാതെയായി മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് ശ്രീ മാത്യു കുഴൽനാടൻ അടക്കം ഈ GST അടച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അതല്ല അതിലെ പ്രധാനപ്പെട്ട ആംഗിൾ എന്ന് ഞാൻ ഉൾപ്പെടെ നിരവധി ആൾക്കാർ അന്ന് ചർച്ചകളിൽ പറഞ്ഞിരുന്നത്. അതൊരു പക്ഷേ മിസ്ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അവർ സേവനം കൊടുക്കാതെ അവർ പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ സേവനം എന്താണ് എന്നുള്ളതാണ്. ആ സേവനവും ഈ ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും ചേർന്നങ്ങ് പോകുന്ന കാര്യമല്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന പണവുമായി ബന്ധപ്പെട്ടവർ GST അടച്ചിട്ടുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അത് GSTയുടെ പെനാൽറ്റിയോ കാര്യങ്ങളോ ചേർത്ത് അടച്ചു കഴിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അവർ സേവനം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതില്ല എന്ന് പറയുന്നു. അങ്ങനെ സേവനം നൽകിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണിക്കാനായിട്ട് തെളിവുകളില്ല. നമ്മൾ ഈ പറയുന്നതെല്ലാം IT സേവനമാണ്. അതല്ലാതെ ഒരാളിനെ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് അത് പഴയ രീതിയിൽ. മാത്രമല്ല ഡോക്ടർ ബി ജയരാജ്, ഇത് SFIOയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. അത് മാത്രമല്ല വീണ വിജയന്റെ മൊഴിയുമുണ്ട്. സേവനം നൽകിയതിന് രേഖകൾ ഹാജരാക്കാൻ അവർക്ക് പറ്റിയതുമില്ല. അത് മാത്രമല്ല ഈ പറയുന്ന CMRLന്റെ അധികൃതരുടെ മൊഴിയിൽ പറയുന്നത് ആവശ്യമായ സേവനം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. സേവനം കിട്ടാതെ തന്നെയാണ് ഇത്രയും പണം നൽകിയത് എന്നുള്ളതാണ്. 2.78 കോടി രൂപ നൽകിയത് എന്നതാണ്. അത് എക്സാലോജിക്കിനും വീണ വിജയനും ചേർത്താണ് നൽകിയത്. ഓരോ മാസവും 5 ലക്ഷവും 3 ലക്ഷവും വീതം അവരുടെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. EDയുടെ അന്വേഷണം അതാണ്. SFIO നേരത്തെ തന്നെ കണ്ടെത്തലുകളെല്ലാം നടത്തിയതാണ്. ഡോക്ടർ ബി ജയരാജ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.